കലാസ്നേഹികളെ, ഏവർക്കും മോർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മർത്തമറിയം വനിതാ സമാജത്തിന്റെ സ്നേഹ സ്വാഗതം. കാലചക്രം കടന്നു പോകുമ്പോൾ കാലത്തിനൊപ്പം പ്രായവും സമ്പത്തും സൗന്ദര്യവുമെല്ലാം ഒരുപോലെ അലിഞ്ഞില്ലാതെയാകുമെന്ന തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു. കരുതിയവരെയും കാത്തവരെയും ജന്മം നൽകിയവരുടെയും സ്ഥാനം ഇന്നിവിടെയാണ്. ഇതിനെല്ലാമുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് ഈ കലാസൃഷ്ടി. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം സവിനയം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിതാ തുടങ്ങട്ടെ. സ്നേഹദീപം. അനാദിധർമ്മസ്വരൂപമേ, പ്രപഞ്ച ചൈതന്യ സാരമേ, പ്രഭാത പ്രദോഷ പ്രണാമം, പ്രഭാത പ്രദോഷ പ്രണാമം. പാദം നമോ, ജീവേശനാമം നമോ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എൻ്റെ ദൈവമേ, കാത്തുകൊള്ളണേ. എന്താണെന്നറിയില്ല, ഒരു ക്ഷീണം. ഞാനൊന്നിരിക്കട്ടെ. ഇതെവിടാ എൻ്റെ ഫോണ്? ഹലോ. ഹലോ അമ്മച്ചി. ആ പറയടി മോളെ, എന്തുണ്ട് വിശേഷം?
നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? അതെ അമ്മച്ചി, ഞങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു. അതെ മക്കളെ, നിങ്ങളുടെ കുട്ടിക്കാലം ഞാൻ ഇപ്പൊ സ്വപ്നം കണ്ടതേ ഉള്ളൂ. നിങ്ങളെ ഇങ്ങോട്ട് വരുന്നില്ലയോ ക്രിസ്മസ് ആയിട്ട്? ഞാനും ചേച്ചിയും വരുന്നുണ്ട് അമ്മച്ചി. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായല്ലോ. സന്തോഷമായി മക്കളെ, നിങ്ങളെ കാണാൻ കൊതിയായി. എന്റെ ദൈവമേ, എന്റെ മക്കള് രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. എടി സിസിലിയെ, ഇങ്ങോട്ട് വന്നേടി, കാര്യം പറയട്ടെ. എന്താ അമ്മച്ചി ഇത്ര സന്തോഷം? എടി, എന്റെ മക്കള് രണ്ടുപേരും വരുന്നുണ്ട്. ആരാ അമ്മച്ചി? ബീന ചേച്ചിയും ബ്ലസ് ചേച്ചിയും ആണോ? എത്ര വർഷമായി അമ്മച്ചി തമ്മിൽ കണ്ടിട്ട്. നമുക്കിന്ന് ആഘോഷിക്കണം. അതേടി മോളെ, എന്റെ കുഞ്ഞുങ്ങളെ ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിലില്ല. അവരല്ലേ എനിക്കെല്ലാം. എന്റെ ജീവിതാവസാനം വരെയും താങ്ങും തണലുമായി അവരല്ലേ ഉള്ളു മോളെ. അതെ അമ്മച്ചി, എനിക്കെല്ലാം അറിയാം. ഇനി പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നീ പോയി കുറച്ച് കരിമീനും കൊഞ്ചും താറാവും ഒക്കെ വാങ്ങിച്ചിട്ട് വാ. എന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. ശരി അമ്മച്ചി, ഞാൻ പോയിട്ട് ഇപ്പം വരാം. എടീ, അവിടെ പോയിട്ട് കാണുന്നവരോട് കാര്യം പറഞ്ഞ് നിൽക്കരുത്. ഞാൻ ആരോട് വർത്തമാനം പറയാനാ അമ്മച്ചി? അമ്മച്ചിയുടെ വിശേഷങ്ങളല്ലേ അവര് ചോദിക്കുന്നത്. എനിക്ക് എന്ത് നന്മയാടി ഉള്ളത്. നീ വേഗം പോയിട്ട് വാ. എന്റെ പുന്നാരെ അമ്മച്ചി, ഞാൻ ഇപ്പൊ വന്നോളാമേ. എന്റെ പിള്ളേർ ഇപ്പൊ ഇങ്ങ് വരും. എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുവാ. ത്രേസ്യാമ്മേ, എന്തുവാടി നിനക്ക് ഇത്ര സന്തോഷം? അല്ല, ഇതാര്? ഏലിയാമ്മയോ? എന്റെ മക്കള് രണ്ടുപേരും ഇന്ന് വരുന്നുണ്ടടി, അതിന്റെ സന്തോഷമാ. അവര് തന്നെയാണോ വരുന്നത്, അതോ കൊച്ചുമക്കളെയും കൊണ്ടുവരുമോടി? ഓ, അതൊക്കെ ഒരു സർപ്രൈസ് ആണെന്നാ പറഞ്ഞത്. അതൊക്കെ ഇരിക്കട്ടെ, ഇതാ എന്റെ ക്രിസ്മസിന്റെ പങ്ക്. നമ്മുടെ സിസിലി കൊച്ചേ അടുത്ത ആഴ്ച അങ്ങ് പോവല്ലേ. അപ്പോ പിന്നെ നിനക്ക് ആരാടിയുള്ള ഒരു കൂട്ട്? അതിനല്ലേ എന്റെ മക്കളിങ്ങ് വരുന്നത്. ഞാൻ അവരുടെ കൂടെ അങ്ങ് പോകും. അതിരിക്കട്ടെ, നീ ഓസ്ട്രേലിയക്കാണോ അത് ജർമ്മനിക്കാണോ പോകുന്നത്? അവര് വരട്ടടി, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. നീ ഇരിക്കെ. വല്ലാതെ നമ്മളങ്ങ് പ്രായമായി പോയി ഇല്ലയോടി? നമ്മൾ പഠിക്കുന്ന കാലത്തെ നിന്റെ ചുറ്റിക്കളിയൊക്കെ എനിക്ക് അറിയാമടി. ഓ, ഒന്ന് പോടി, അതൊക്കെ ആർക്കാ ഇല്ലാത്തത്? പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു സുന്ദരിക്ക്. പിന്നെ ഒരു ചുന്ദരി. ആ കാലത്തെ നീ മൂളിയ ഒരു പാട്ട് ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു കുളിര് തന്നെ. ഇവളുടെ ഒരു കാര്യം, നീ അന്നത്തെ നമ്മുടെ കൂട്ടത്തിലെ ഒരു വലിയ ഗായികയായിരുന്നില്ലേ? ആ പാട്ട് ഒന്ന് മൂളടി. അത് വേണോടി, ഒന്ന് പാടടി.
നിങ്ങളെന്താ പഴയകാല ഓർമ്മകൾ അയവിറക്കുവാണോ? ഒന്ന് പോടി. ഞങ്ങളുടെ ഓർമ്മകൾ ഒരിക്കലും അവസാനിക്കില്ല. അതാണ് ഞങ്ങളുടെ സൗഹൃദം. ആഹാ, നീ ഇത്ര പെട്ടെന്ന് വന്നോ? എല്ലാം കിട്ടിയോടി? കിട്ടി അമ്മച്ചി. കരിമീൻ പിടയ്ക്കുന്നതേ അമ്മച്ചിക്ക് കാണണോ? വേണ്ട, നീ ചെന്നേ എല്ലാം എളുപ്പന്നുണ്ടാക്ക്. അവരിപ്പൊ ഇങ്ങ് വരും. ശരി അമ്മച്ചി. ഡീ, ചായ കുടിക്കടി. ഇതൊക്കെ ആണേലും സിസിലി കൊച്ച് നിനക്ക് നല്ലൊരു കൂട്ടായിരുന്നു. അവൾ അങ്ങ് പോകുക അല്ലയോടി? അവൾ എന്റെ കൂടെ കൂടിയിട്ട് 10 വർഷമായി. അവൾക്കും വേണ്ട ഒരു ജീവിതം. അതിനാടി ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് അവളുടെ വിവാഹം നടത്തിക്കൊടുത്തത്. നാളെ അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകുവാൻ വരും. അവളും എനിക്കെന്റെ മകളെ പോലെ തന്നെയാടി. നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഈ കാലത്ത് കിട്ടുമോടി? നമ്മൾ ജീവിക്കുമ്പം ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യുക, അതിൽ പരം സന്തോഷം എന്താ ഉള്ളേ? എടി ത്രേസ്യാമ്മേ, എനിക്ക് നിന്റെ അടുത്ത് വന്നിരിക്കുമ്പോഴാടി ഒരു സന്തോഷം. നീ അങ്ങ് പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്കിനി ആരാടി ഉള്ളത്? നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? നീ എന്താ പറഞ്ഞേ? ഞങ്ങൾ പരദൂഷണം പറയുന്നെന്നോ? അമ്മച്ചി, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അമ്മച്ചി അല്ലേ എന്റെ എല്ലാം. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്റെ അമ്മച്ചി ഉള്ളത് കൊണ്ടല്ലേ. നിന്ന് ചിണുങ്ങാതെ പോടി. ആ താറാവ് മപ്പാസ് റെഡിയായോ? ബ്ലസ്സിമോൾക്ക് താറാവ് മപ്പാസ് വലിയ ഇഷ്ടമാ. ഒരു മണവും ഇങ്ങ് വരുന്നില്ലല്ലോടി. എന്റെ പൊന്ന് ടീച്ചറമ്മേ, എല്ലാം റെഡിയാ. ചിലപ്പോ അമ്മച്ചിയുടെ മൂക്കേ അടഞ്ഞിരിക്കുമായിരിക്കും. എന്നാ ഞാൻ അങ്ങ് പോട്ടേടി. ആ, ഇനി എത്ര ദിവസം ഈ സിസിലി കൊച്ചിന്റെ ചായ കുടിക്കാനാ? നീയും അങ്ങ് പോവുമല്ലേ? എന്റെ സങ്കടങ്ങൾ കേൾക്കാനും പിന്നെ ഈ സിസിലി കൊച്ച് പറഞ്ഞതുപോലെ വല്ലപ്പോഴും കുറച്ച് പരദൂഷണമൊക്കെ പറയാനും എനിക്ക് പിന്നെ ആരാടി ഉള്ളേ? എടി ഏലിയാമ്മേ, ഞാൻ നിന്നെ അങ്ങോട്ട് ഇറക്കി വിടാൻ മടി. ഇനി എന്നാ നമ്മൾ തമ്മിൽ ഒന്ന് കാണുന്നത്? കൊച്ച് എന്തൊക്കെ ആക്കി വെച്ചോ എന്തോ. ഞാനൊന്ന് അടുക്കളയിൽ ചെന്ന് നോക്കട്ടെ. അമ്മച്ചി, എടി ഇവിടെ ആരും ഇല്ലേ? ആരും കാണുന്നില്ലല്ലോ. അകത്ത് കാണുമടി. വരട്ടെ, നീ ഇരിക്ക്. നമുക്ക് അല്പം കുശലം പറയാം. കുറെ നാളായില്ലേ കണ്ടിട്ട്. എന്തേടി നിന്റെ കെട്ടിയോൻ? ഓ, ഒന്നും പറയണ്ടാടി. അങ്ങേരവിടെ പിള്ളേരെ നോക്കി ചോറും കറിയും വെച്ച് അങ്ങിരിക്കും. കുറച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങും. അങ്ങനെ അങ്ങ് പോകുന്നു. ഓ, ഇവിടെ സ്ഥിതി അതൊക്കെ തന്നെയാ. എടി, എന്റെ കെട്ടിയോനെ ഞാനല്ലേ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോയത്. ഇപ്പൊ അങ്ങേരവിടെ കപ്പയും കാച്ചിലും നട്ട് കങ്കാരുവിനെ ഓടിച്ചിങ്ങനെ സമയം കളയുക. ഹാ, പറയാതിരിക്കാൻ വയ്യ. നല്ലപോലെ ശാപ്പാടുണ്ടാക്കും. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയാറില്ല. എങ്ങനെയും പോട്ടെ. ആഹാ, എന്റെ പൊന്നുമക്കളിങ്ങി എത്തിയോ? ഞങ്ങൾ എത്തി അമ്മച്ചി. വീട് പിള്ളാരെ എന്നെ തള്ളിയിടാതെ. ഈ പിള്ളാരുടെ ഒരു കാര്യം. ഞങ്ങൾ അമ്മച്ചിയെ കണ്ടിട്ട് എത്ര നാളായി. അമ്മച്ചിയെ കാണാനല്ലേ ഞങ്ങൾ ഓടി വന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുവന്നില്ലേ മക്കളെ? എന്റെ കൊച്ചുമക്കളെ കണ്ടിട്ട് എത്ര നാളായി. എന്റെ അമ്മച്ചി, ആ പിള്ളേർക്ക് ഈ സ്ഥലം ഒന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പിടിക്കത്തുമില്ല. സാരമില്ല മക്കളെ, സിസിലി കൊച്ച് നാളെ അങ്ങ് പോകുമല്ലേ. ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? എനിക്കാണേലും ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല. ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്റെ കൊച്ചുമക്കളെ. ശരി ശരി, അമ്മച്ചി ഇനി അകത്ത് പോയി കുറച്ച് റെസ്റ്റ് എടുക്ക്. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ചേച്ചി, അമ്മച്ചിയെ ഞാൻ മനഃപൂർവ്വം അകത്തേക്ക് പറഞ്ഞു വിട്ടതാ. ചേച്ചിക്ക് അമ്മച്ചിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, എനിക്ക് പറ്റത്തില്ല.
അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. അത് അമ്മച്ചിക്കും പറ്റില്ല. ചേച്ചി എന്തുവാ ഈ പറയുന്നത്? നമ്മൾ അവിടെ വെച്ച് ഫോൺ ചെയ്ത് പറഞ്ഞതല്ലേ അമ്മച്ചിയെ നോക്കാനും ചുമക്കാനും ഒന്നും എനിക്കും പറ്റില്ല എന്ന്. എന്നാ പിന്നെ നാളെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ അമ്മച്ചിയോട് എന്ത് പറയും? നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം നാളെ തന്നെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾക്കൊന്ന് കറങ്ങാൻ പോകണം. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിച്ച് പൊളിക്കണം. എന്നിട്ട് വേണം തിരികെ പോവാൻ. മിണ്ടാതിരിക്കെ, അമ്മച്ചി ഇതാ വരുന്നുണ്ട്. വാ മക്കളെ, നമുക്ക് വല്ലതും കഴിക്കാം. നിങ്ങൾ വന്നിട്ട് കുറേ നേരമായില്ലേ? നിങ്ങൾക്ക് വിശക്കുന്നില്ലയോ? അമ്മച്ചി ഞങ്ങൾ വരുവാ. പക്ഷെ അതിനു മുമ്പൊരു കാര്യം. സിസിലി കൊച്ചെ, നീ ഇന്ന് തന്നെ പൊയ്ക്കോ. ഞങ്ങൾ നാളെ അമ്മച്ചിയും കൊണ്ടൊരു ടൂറ് പോവുകയാ. അമ്മച്ചി, ഈ ചേച്ചി പറയുന്നത് കേട്ടോ? ഞാൻ എന്റെ അമ്മച്ചിയുടെ കൂടെ ഇന്നുകൂടിയല്ലേ ഉള്ളൂ. നാളെ എന്റെ ഇച്ചായൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വരും. ഞാൻ നാളെ പോയിക്കോളാം അമ്മച്ചി. ഒന്ന് പറയാം അമ്മച്ചി. ആ, അത് മതി സിസിലി കൊച്ചേ, നീ വിഷമിക്കണ്ട. ഞങ്ങൾ ഇറങ്ങുമ്പോൾ നീയും അങ്ങ് ഇറങ്ങിക്കോ. എന്നാ വാ, നമുക്ക് വല്ലതും കഴിക്കാം. നമ്മൾ വിചാരിച്ചതുപോലെയെല്ലാം നടക്കൂടി. ഇല്ലെങ്കിൽ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയും. എനിക്ക് നല്ല പേടിയുണ്ട്. എല്ലാം മംഗളമായി നടന്നാൽ മതിയായിരുന്നു. മക്കളെ, നിങ്ങൾ ഇവിടെയാണോ ടൂറെന്ന് പറഞ്ഞു കൊണ്ടുവന്നത്? ഇവിടെ ആരോരും ഇല്ലാത്തവരുടെ കൂടെ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. അല്ല, ഇതാര്? ടീച്ചറമ്മയോ? ആഹാ, മക്കളും ഉണ്ടല്ലോ. എന്ത് പറ്റി എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ? അല്ല, അമ്മച്ചി അറിയാമോ? അറിയാമോന്നോ? അമ്മച്ചി ഇവിടെ എല്ലാ വിശേഷ ദിവസവും വരുന്നതല്ലേ. ഞങ്ങൾക്ക് എന്തെല്ലാം സഹായം ചെയ്തു തന്നിരിക്കുന്നു. എല്ലാവരും ഇരുന്നാട്ടെ. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ട് ഇരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ടീച്ചറമ്മേ. പിന്നെ എന്തുണ്ട് വേറെ വിശേഷം? ഓ, വിശേഷം ഒന്നുമില്ല. ഈ പിള്ളേർ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. ഹോ, ഞങ്ങൾക്ക് സമാധാനമായി. ഞങ്ങൾ അമ്മച്ചി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകുവാൻ വന്നതാ. അമ്മച്ചിയുടെ സെർവന്റെ ഹസ്ബൻഡ് കൂടെ അങ്ങ് ദുബായിലേക്ക് പോവുക. അത് അമ്മച്ചിയുടെ അഹങ്കാരം കൊണ്ടല്ലേ വേലക്കാരിയെ കെട്ടിച്ചു വിടാൻ പോയത്. അല്ലെങ്കിൽ അവൾ അമ്മച്ചിയെ നോക്കിയേനെ. സ്വന്തം കാര്യമല്ല അമ്മച്ചിക്ക് നാട്ടുകാരെ നന്നാക്കാനാ താല്പര്യം. അതിനെന്താ, അനുഭവിച്ചോ? അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് അമ്മച്ചിയെ നോക്കാനൊന്നും നേരമില്ല. അമ്മച്ചി ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിലൊട്ടും ചേരത്തുമില്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യം. എഴുന്നേൽക്കടി രണ്ടും. നിനക്കൊക്കെ ആരുണ്ടാക്കി തന്നതാടി ഈ സ്റ്റാറ്റസും പദവിയും ഒക്കെ? തന്തയാരും തള്ളയാരും അറിയാതെ ഈ രണ്ടെണ്ണം. മാഡം, ഒന്നും പറയല്ലേ. അവരെന്റെ പൊന്നു മക്കളാണ്. അവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള സന്തോഷം എനിക്ക് വേണ്ട. എന്റെ മക്കളാണ് എനിക്ക് വലുത്. എല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും ഒരമ്മയ്ക്ക് മാത്രമല്ലേ കഴിയൂ. ടീച്ചറമ്മ ഒന്നും മിണ്ടാതിരിക്കെ. ഇവളുമാരെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. നിങ്ങൾക്കെന്താ മട്ടുണ്ടോ? നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണമേ. ഞങ്ങൾ തന്റെയും തള്ളയും ഇല്ലാത്തതൊന്നുമല്ല. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മ. പപ്പയെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞിലെ മരിച്ചുപോയെന്ന അമ്മച്ചി പറഞ്ഞത്. എന്നാൽ രണ്ടും കേട്ടോ. ഈ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയുമല്ല, ഈ ടീച്ചർ കല്യാണം കഴിച്ചിട്ടുമില്ല. ഓരോ ക്രിസ്മസ്
ദിനത്തിനും അമ്മത്തൊട്ടിൽ നിന്നും കിട്ടിയ 2 കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങൾ രണ്ടുപേരും. രണ്ടുപേരെയും ഈ ടീച്ചർ സ്വന്തം മക്കളായിട്ട് വളർത്തി. നിങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം മാറ്റിവെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് അവർ ഭാരമായി അല്ലേ? കൊള്ളാം കൊള്ളാം, സിനിമയെ വെല്ലുന്ന കഥയാണല്ലോ. ഞങ്ങളുടെ മനോവീര്യം തകർക്കാൻ അവസാനത്തെ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ തള്ള. ഇത് വിശ്വസിക്കാനേ ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നുമല്ല. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ വാ, ഞാൻ നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാം. ഹലോ സിസിലി കൊച്ചേ, എന്തു വാടി? അമ്മച്ചി എവിടെയാണ്? പോകുന്നതിന് മുമ്പ് അമ്മച്ചി ഒന്നുകൂടി കാണണം എനിക്ക്. മോളെ, ഞാൻ ഇവിടെ ഈ സ്നേഹസദനത്തിലാ. ചേച്ചിമാര് പറഞ്ഞത് ടൂറ് പോകുവാന്നാണല്ലോ, പിന്നെ എന്താ സ്നേഹസദനത്തില്? ക്രിസ്മസ് അല്ലേ മക്കളെ. അമ്മച്ചിയുടെ ശബ്ദത്തിന് എന്താ ഒരു ഇടർച്ച? മോള് വിഷമിക്കണ്ട. ഇനിയുള്ള കാലം എന്റെ മക്കൾക്ക് എന്നെ വേണ്ട എന്ന് തോന്നുന്നു. ഇല്ല അമ്മച്ചി, ഞാനിങ്ങ് വരുവാ. അമ്മച്ചി, എന്തിനാ അമ്മച്ചി ഞങ്ങൾ ഇതെല്ലാം മറച്ചു വെച്ചത്? അമ്മച്ചി, ഒരിക്കലും പൊറുക്കുവാൻ പറ്റാത്ത തെറ്റാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങളോട് ക്ഷമിക്കണം. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണം. ഞങ്ങൾ അമ്മച്ചിയെ പൊന്നെ പോലെ നോക്കിക്കൊള്ളാം. സാരമില്ല മക്കളെ, ഇതൊക്കെ ലോക സഹജമല്ലേ. അമ്മയും അപ്പനും പ്രായമാകുമ്പോൾ ആർക്കും വേണ്ട. അപ്പനും അമ്മയും അവർക്ക് ഭാരമാ. അതിന് ടീച്ചറമ്മേ ആര് വിടുന്നു നിങ്ങളുടെ കൂടെ? ടീച്ചറമ്മ ഇവിടെ നിന്നു, ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. അമ്മച്ചി എന്താ പറ്റിയേ? സിസിലി മോളെ, നിനക്കറിയുമോ ചേച്ചിമാർ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്? നമ്മുടെ ടീച്ചറമ്മ ഇവിടെ ഉപേക്ഷിച്ചു പോകുവാൻ വേണ്ടിയാ. എടി കൊച്ചേ, ടൂറെന്ന് പറഞ്ഞ് നിന്നെ നിന്റെ പൊന്നു മക്കൾ കൊണ്ടെത്തിച്ചത് ഇവിടെ ഈ വൃദ്ധസദനത്തിലാണോ? കൊള്ളാമല്ലോ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി, എനിക്കിത്തിരി പറയാനുണ്ട്. അപ്പനും അമ്മയും ഉപേക്ഷിച്ച് നിങ്ങളെ സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച് നിങ്ങൾ ഈ പറയുന്ന പ്രൗഢിയും പത്രാസും ആക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാമടി. എന്റെ കൺമുൻപിലാണ് നിങ്ങളെ രണ്ടുപേരും വളർന്നത്. എടി, ഒന്ന് നിർത്തടി. എന്റെ കുഞ്ഞുങ്ങളെ ഇനിയും വിഷമിപ്പിക്കാതെ. കണ്ടോടി ഒരമ്മയുടെ മനസ്സ്. മക്കൾ തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിച്ചാലും അമ്മ എന്നും ഒരു സ്നേഹദീപമാണ്. കാരണം നിങ്ങളും അമ്മമാരാണ്. നാളെ ഈ ഗതി നിങ്ങൾക്കും വരാം. അമ്മച്ചിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്റെ ഇച്ചായനും എന്നോട് പറഞ്ഞതാ. അമ്മച്ചിയുടെ മക്കളുള്ളപ്പോ ഞാൻ എങ്ങനെ പറയും ഞാൻ അമ്മച്ചിയെ നോക്കിക്കോളാമെന്ന്? അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണം. എടി കൊച്ചേ, ഒരു വൃദ്ധസദനത്തിലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. നീ എന്റെ കൂടെ വാ മോളെ. എന്റെ ഒരു കൂടപ്പറപ്പായി നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്താ പറയേണ്ടത്? പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കി എല്ലാ പ്രൗഢിയോടും കൂടി വിവാഹം കഴിച്ചയപ്പിച്ചു. ഇന്ന് അവർ വിദേശത്ത് സുഖമായി കഴിയുന്നു. പക്ഷേ എനിക്ക് ആരുമില്ലാത്ത അവസ്ഥയിൽ പൊന്നുപോലെ ഇതുവരെ നോക്കിയ ഒരാളുണ്ട്. ഈ നിൽക്കുന്ന എൻ്റെ സിസിലി മോൾ. ഞാൻ അവളോടൊപ്പം പോകാൻ തീരുമാനിച്ചു. അമ്മച്ചി, ഇത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞങ്ങളോട് ക്ഷമിക്കില്ലേ അമ്മച്ചി? അമ്മച്ചി ഇന്ന് ഞങ്ങളോട് ക്ഷമിച്ചില്ലെങ്കിൽ ജീവിതാവസാനം വരെ ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ല. അമ്മച്ചി, അമ്മച്ചി പോകല്ലേ. ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ഞങ്ങളെ ശപിക്കില്ലേ അമ്മച്ചി? മക്കളെ, എന്താ എൻ്റെ മക്കള് പറയുന്നത്? ഒരമ്മയ്ക്കും ഒരു മക്കളെയും ശപിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ തലമുറ ഒന്ന് ഓർക്കണം.
അപ്പനമ്മമാരുടെ ചോരയും നീരുമാണ് നിങ്ങളുടെ ജീവിതം. എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും വാർദ്ധക്യത്തിലെ മാതാപിതാക്കളുടെ കണ്ണുനീർ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് ശാപമായി മാറരുത്. മക്കളെ, എൻ്റെ പൊന്നു മക്കൾക്ക് വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ. വാർദ്ധക്യം ബാധിക്കാത്ത മനുഷ്യരില്ല. ഭൂമിയിൽ ജന്മമെടുത്ത എല്ലാവരെയും അത് തേടിയെത്തും. എന്നാൽ ഇന്നത്തെ ആധുനിക തലമുറ ഇത് വിസ്മരിച്ചു പോകുന്നു എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങളും അവിടെ ശരണാർത്ഥികളായി മാറുന്ന പാവം മാതാപിതാക്കളും. യൗവനം വാർദ്ധക്യമായി മാറും. ഒന്നും ഇവിടെ ശാശ്വതമല്ല എന്ന യാഥാർത്ഥ്യബോധം അമ്മയപ്പന്മാർക്ക് കനിവിൻ്റെ വെളിച്ചം പകരാൻ രക്ഷിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ഈ ദൃശ്യാവിഷ്കാരം ഒരു ഉൾപ്രേരണയായാൽ ഞങ്ങൾ കൃതാർത്ഥരായി. എല്ലാ കാണപ്പെട്ട ദൈവങ്ങൾക്കുമായി ഞങ്ങളിത് സമർപ്പിക്കുന്നു. അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നെന്നോട് പറഞ്ഞു, ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നെന്നോട് പറഞ്ഞു, ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല.